സംഭവിച്ചത്. എന്റെ തെറ്റ് എനിക്ക് തിരുത്തണം. ബിന്ദു എന്റെ മോളാണ്. അവളെനിക്ക് വേണം. ബിന്ദുവിന് വേണ്ടി ഞാൻ സുമതി വിവാഹം കഴിക്കും. സുമതി, ഞാൻ മുതലാളിയെ കാണാൻ പോവാണ്. എന്തിന്? നമ്മുടെ കല്യാണത്തെ പറ്റി സംസാരിക്കാൻ. അത് പറയാറായോ വാസേട്ടാ? മുതലാളി, എന്താ വാസു? ഞാൻ എന്റെ സമ്മതം വന്നതാണ്. എന്തിന്? സുമതിയെ കല്യാണം കഴിക്കാൻ. മുതലാളി ഒന്നും പറഞ്ഞില്ല. വാസു ആരാണെന്ന് പോലും അറിയാതെ ഒരിക്കൽ നിന്നെ ഞാൻ സഹായിച്ചു. മുതലാളി, ആ നന്ദി എനിക്കെന്നുണ്ട്. അതെനിക്കറിയാം. പക്ഷേ ഇന്ന് ഞാനൊരു സഹായം അഭ്യർത്ഥിക്കുകയാണ്. മുതലാളി. അതെ വാസു, പറയൂ, നീ എന്നെ സഹായിക്കുമോ? തീർച്ചയായും. എന്റെ ജീവൻ കളഞ്ഞു. എങ്കിൽ വാസു സുമതിയെ മറക്കണം. മുതലാളി, ബിന്ദു രമേശിന്റെ കുഞ്ഞാണ്. അതെനിക്കറിയാം. ബിന്ദു ഈ വീട്ടിലുണ്ടാകണമെങ്കിൽ സുമതി ഈ വീട്ടിൽ വന്നേ പറ്റൂ. മുതലാളി, അവർക്ക് നന്മ വരുന്നതിൽ വാസു സന്തോഷിക്കില്ലേ? അവളും കുഞ്ഞും സുഖമായിരിക്കല്ലേ വേണ്ടത്? ഇനി എനിക്കൊന്നും പറയാനില്ല. ശരിയാണ്. മരണവുമായി മത്സരിച്ചോടുന്ന ഒരപസ്മാര രോഗിയേക്കാൾ എന്റെ സുമതിക്ക് യോജിക്കുക രമേശായിരിക്കും. ഞാൻ വഴി മാറിക്കൊടുത്തേ പറ്റൂ. മുതലാളി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്തിന്? സുമതിയെ